നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. 3 ടോപ്പ് കമ്പനികളിലെ റിക്രൂട്ട്മെന്റ് ആണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അതും ബൾക്ക് റിക്രൂട്ട്മെന്റ്. ഒന്ന് വിപ്രോയാണ്. നാം അറിയുന്ന പോലെ നമ്മുടെ രാജ്യത്തെ ടോപ്പ് 3 IT കമ്പനികളിലൊന്നാണ് വിപ്രോ. അതേപോലെ തന്നെ EY എന്ന് പറഞ്ഞാൽ ഒരു UK കമ്പനിയാണ്. ബിഗ് ഫോർ അക്കൗണ്ടിംഗ് ഫേംസ് അല്ലെ ബിഗ് ഫോർ കൺസൾട്ടൻസി കമ്പനികളിൽ ഒന്ന് എന്നറിയപ്പെടുന്ന EYയിലെ റിക്രൂട്ട്മെന്റ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നു. അതുകൂടാതെ മൂന്നാമത്തെ കമ്പനി അത് കോഗ്നിസന്റ് ആണ്. കോഗ്നിസന്റ് ഒരു ഇന്ത്യൻ അമേരിക്കൻ കമ്പനിയാണ്. ഈ 3 കമ്പനികളിലെ ഫ്രഷർ റിക്രൂട്ട്മെന്റ്, ഫ്രഷേഴ്സ് എന്ന് പറയുമ്പോൾ പാസ് ഔട്ട് ആയിട്ടുള്ളവർ മാത്രമല്ല, ഈ 2025 പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്കുള്ള അവസരങ്ങളും ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം 3 ടോപ്പ് കമ്പനികളിലെ റിക്രൂട്ട്മെന്റിന്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കുവാൻ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടിയോ ജോബ് സൈറ്റിലൂടെയോ ഒക്കെ ജോലി തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ആദ്യം ഞാൻ വിപ്രോയിലെ അവസരങ്ങൾ ഒന്ന് സൂചിപ്പിക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വിപ്രോ വർക്ക് ഇന്റഗ്രേറ്റഡ് ലേണിംഗ് പ്രോഗ്രാം, WILP എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിൽ സെലക്ട് ആവുകയാണെങ്കിൽ വിപ്രോയിൽ ജോലി ചെയ്യുന്നതിനോടൊപ്പം വിപ്രോയുടെ ചെലവിൽ PG ഹയർ സ്റ്റഡീസിനുള്ള അവസരങ്ങളുമുണ്ട് എന്നത് മനസ്സിലാക്കുക. അതും ഇന്ത്യയിലെ ഒരു ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വിപ്രോയുടെ സ്പോൺസർഷിപ്പിൽ പഠിക്കുവാനുള്ള അവസരവുമാണ്. അപ്പോൾ 2024 പാസ് ഔട്ട് ആയിട്ടുള്ളവരും 25 പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്കുമാണ് ഈ ഒരു അവസരമുള്ളത്. ഓൾ ഇന്ത്യ ബേസിസിലുള്ള ഹയറിംഗ് ആണ് എന്ന് മനസ്സിലാക്കുക. ഓർക്കുക, ഏപ്രിൽ 30 വരെ ആയിരിക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. ഇത് ഏപ്രിൽ 13 ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് 17 ദിവസം കൂടെ ഉണ്ട് അപ്ലൈ ചെയ്യുവാനെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻ ഡെഡ് ലൈൻ ഏപ്രിൽ 30 എന്ന് പറഞ്ഞു. ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒക്കെ ഒന്ന് മനസ്സിലാക്കാം. അതിന് മുമ്പായിട്ട് ഇതിന്റെ പേ പാക്കേജ് ഒന്ന് സൂചിപ്പിക്കാം. നിങ്ങൾക്ക് തുടക്കത്തിൽ ആദ്യത്തെ വർഷം ഏതാണ്ട് 15,480 രൂപ പെർ മന്ത് ആയിരിക്കും ശമ്പളം കിട്ടും. ഇതിനെ അവർ സ്റ്റൈപ്പൻഡ് എന്നാണ് വിളിക്കുന്നത്. അപ്പം 15,000 രൂപയും പിന്നെ ESIയുമാണ് ആദ്യത്തെ ഫസ്റ്റ് ഇയറിൽ പ്രതിമാസം ലഭിക്കുക. 4th ഇയർ ഒക്കെ ആകുമ്പം 19,000 പ്ലസ് ESI ഒക്കെ ലഭിക്കും. ഈ 4 ഇയർ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ മികച്ച ശമ്പളത്തിലേക്ക് എത്തുകയും ചെയ്യാം. ഇതുകൂടാതെ ജോയിനിങ് ബോണസ് എന്ന നിലയിൽ 75,000 രൂപയും കൂടി ഇവർ നൽകും. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു പേ പാക്കേജ് എന്ന് പറയുന്നത്. ഇനി ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു, ഇതൊരു WILP പ്രോഗ്രാം, വർക്ക് ഇന്റഗ്രേറ്റഡ് ലേണിംഗ് പ്രോഗ്രാം. അതായത് നിങ്ങൾക്ക് PG പഠിക്കുന്നതിനോടൊപ്പം PG ബിറ്റ്സ് പിലാനിയിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. ഇന്ത്യയിലെ ഒരു ടോപ്പ് യൂണിവേഴ്സിറ്റിയാണ് ബിറ്റ്സ് പിലാനി, ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. അവരുടെ PG പഠിക്കാം. എന്ന് മാത്രമല്ല നിങ്ങൾക്ക് ലഭിക്കുന്ന PG MTech ആയിരിക്കും. അപ്പം BSCയോ BCയോ ഒക്കെ കഴിഞ്ഞവർക്ക് വിപ്രോയുടെ ചെലവിൽ MTech ബിറ്റ്സ് പിലാനി എന്ന് പഠിക്കാം. അതിനോടൊപ്പം ജോലി ചെയ്യുകയും ശമ്പളം നേടുകയും ചെയ്യാം. അങ്ങനെ ഒരു സുന്ദരമായ പ്രോഗ്രാമാണ്. ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമുക്കൊന്ന് പരിശോധിക്കാം. 10th പാസ്, 12th പാസ്. എന്നാൽ ഡിഗ്രിക്ക് ഇപ്പം പാസ് ഔട്ട് ആയിട്ടുള്ള 24 ബാച്ചൊക്കെ ആണെങ്കിൽ പാസ് ഔട്ടായി അവർക്ക് 60% മാർക്ക് അല്ലെങ്കിൽ 6 CGPA നേടിയിരിക്കണം. ഇനി 25 ബാച്ചിന്റെ ഒക്കെ റിസൾട്ട് വരാൻ പോകുന്നേ ഉള്ളൂ. റിസൾട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ വെച്ചിട്ട് നിങ്ങൾക്ക് 60% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 2024 പാസ് ഔട്ട് ആയിട്ടുള്ളവർ 25 പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്കുമായിരിക്കും. BCAക്കാർക്കാണ് ഈ അവസരമുള്ളത്. BCAക്കാർക്ക് മാത്രമല്ല, BSCക്കാർക്ക്. BSc ഏതൊക്കെ ബ്രാഞ്ചാണ്? കമ്പ്യൂട്ടർ സയൻസ്, IT, മാത്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇലക്ട്രോണിക്സ്, ഫിസിക്സ്. അപ്പം ഈ കോഴ്സുകൾ പഠിച്ചവർക്ക് BCA അല്ലെ BSc കമ്പ്യൂട്ടർ, BSc IT, BSc മാത്സ്, BSc സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെ BSc ഇലക്ട്രോണിക്സോ BSc ഫിസിക്സോ ഒക്കെ പഠിച്ചവർക്കായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. ബാക്കി 12th വരെയൊക്കെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാം. ഒരു ബാക്ക്ലോഗ്സ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ കോഴ്സ് കഴിയുമ്പോൾ ഇത് ബാക്ക്ലോഗ്സ് ഒക്കെ ക്ലിയർ ചെയ്തിരിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ കോർ മാത്സ് ഡിഗ്രിക്ക് പഠിച്ചിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഒരു പേപ്പറെങ്കിലും കോർ മാത്സ്, ബിസിനസ് മാത്സ് ഒന്നുമല്ല, അപ്ലൈഡ് മാത്സ് അല്ല, കോർ മാത്സ് ഡിഗ്രിക്ക്, അത് മിക്കവാറും നമ്മുടെ ഡിഗ്രിക്കൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതും കുഴപ്പമില്ല. പിന്നെ ഗ്യാപ്പൊക്കെ ഉള്ളത് കുഴപ്പമില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഓർക്കുക, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി, കഴിഞ്ഞ 3 മാസത്തിനകം വിപ്രോയുടെ റിക്രൂട്ട്മെന്റ് അറ്റൻഡ് ചെയ്തവർ വീണ്ടും അപ്ലൈ ചെയ്യേണ്ടതില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 3 മാസം 4 മാസത്തിനൊക്കെ മുമ്പാണെങ്കിൽ കുഴപ്പമില്ല. 3 മാസത്തിനുള്ളിൽ വിപ്രോ അറ്റൻഡ് ചെയ്തവർ വീണ്ടും അപ്ലൈ ചെയ്യേണ്ടതില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. മിനിമം 18 വയസ്സ് കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെയായിരിക്കും സെലക്ഷന്. അതൊരു ഓൺലൈൻ അസസ്മെന്റ് ഉണ്ടാകും. അതിന്റെ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ 4 സെഷനിൽ നിന്നാണ് ഡീറ്റെയിൽസ് ഇവിടെ നൽകുന്നുണ്ട്. വെർബൽ, അനലിറ്റിക്കൽ, ക്വാണ്ടിറ്റേറ്റീവ്, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. പിന്നെ ഒരു വോയിസ് അസസ്മെന്റ് ഉണ്ട്, ബിസിനസ് ഡിസ്കഷൻ ഉണ്ട്, അതായത് ഒരു ഇന്റർവ്യൂ.
ഇതൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ ആയി കഴിഞ്ഞാൽ 60 മാസത്തെ ഒരു സർവീസ് എഗ്രിമെന്റ്, 5 വർഷത്തെ ഒരു ബോണ്ട് പോലെ ഒരു സർവീസ് എഗ്രിമെന്റ് ഇവർക്ക് നൽകണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ഇവര് നിങ്ങളുടെ PG ഒക്കെ സ്പോൺസർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ചാടി പോകത്തില്ല എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെയാണ് ഇതിന്റെ ഒരു ഡീറ്റെയിൽസ്. താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്നാൽ ഇതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ വന്നിട്ട് ഈ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കാം. വന്നിട്ട് ഇവിടെ അപ്ലൈ നൗ എന്നതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഓർക്കുക, അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 30th April ആണ് എന്നുള്ള കാര്യം. ഇനി നമുക്ക് രണ്ടാമത്തെ അവസരം, അത് കോഗ്നിസന്റിൽ ലഭ്യമായിരിക്കുന്ന അവസരമാണ്. കോഗ്നിസന്റ് ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു, ഒരു ഇന്ത്യ അമേരിക്കൻ കമ്പനിയാണ് കോഗ്നിസന്റ് എന്നുള്ളത്. നമ്മുടെ കൊച്ചിയിൽ വിപ്രോയും കോഗ്നിസന്റും, ഇനി ഞാൻ സൂചിപ്പിക്കാൻ പോകുന്ന EY ഇതൊക്കെ നമ്മുടെ കൊച്ചിയിലും ഒക്കെ പ്രവർത്തനമുള്ള കമ്പനിയാണ്. കോഗ്നിസന്റിലെ റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതാ ഇവിടേക്ക് വന്നാൽ ഇതിന്റെ ഡീറ്റെയിൽസ് ഇവിടെയുണ്ട്. ഞാൻ അതിന്റെ സ്പെസിഫിക് പേജ് ഒന്ന് സൂചിപ്പിക്കാം. ഓർക്കുക, ഈ റിക്രൂട്ട്മെന്റുകളൊക്കെ നടത്തുന്നത് സൂപ്പർസെറ്റ് എന്ന പ്ലാറ്റ്ഫോം വഴിയാണ്. മുമ്പേ സൂചിപ്പിച്ച വിപ്രോയും ഈ കോഗ്നിസന്റും ഒക്കെ. അപ്പോൾ സൂപ്പർസെറ്റിൽ വന്നാൽ കോഗ്നിസന്റ് റിക്രൂട്ട്മെന്റിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. 3 പൊസിഷനിലേക്ക് അവർ റിക്രൂട്ട് ചെയ്യുന്നു. ഒന്ന് ജെൻസി ഉണ്ട്, മറ്റൊന്ന് ജെൻസി നെക്സ്റ്റ് ഉണ്ട്, ജെൻസി പ്രോ ഉണ്ട്. അങ്ങനെ 3 ഇതിലേക്കാണ് ഹയർ ചെയ്യുന്നത്. നമ്മുടെ കൊച്ചി ഉൾപ്പെടെയുള്ള ലൊക്കേഷനിലേക്കായിരിക്കും ഹയർ ചെയ്യുന്നത്. അപേക്ഷിക്കേണ്ട അവസാന തീയതി 15 ഏപ്രിലാണ്. അപ്പോൾ 13 കഴിഞ്ഞ് 2 ദിവസം കൂടി ഇവിടെ ഉണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. 15 ഏപ്രിൽ രാത്രി 12 മണിക്ക് മുമ്പായിട്ട് അപ്ലൈ ചെയ്യണം. അപ്പം ഡെഡ് ലൈൻ ഒക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ പേ പാക്കേജ് 6.75 lakh വരെ ശമ്പളമുള്ള അവസരങ്ങളാണ്. 4 lakh to 6.75 LPA വരെ ശമ്പളമുള്ള അവസരങ്ങളാണ് എന്നുള്ള കാര്യം അറിയുക. ജോബ് ഡിസ്ക്രിപ്ഷൻ ഇവിടെ നൽകുന്നുണ്ട്. ജെൻസി എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാമിംഗ് ജോബാണ്. ഡെവലപ്പ്, മെയിൻറ്റെയിൻ, ടെസ്റ്റ്, ഡീബഗ് ആൻഡ് ഡിപ്ലോയ് കോഡ് ആസ് പെർ ദ റിക്വയർമെന്റ്സ് ഒക്കെ ഒരു പ്രോഗ്രാമിംഗ് ജോലിയാണ് ജെൻസി എന്ന് പറഞ്ഞാൽ. ഇനി ജെൻസി നെക്സ്റ്റ് അടുത്ത ഇതാണ്. അത് അല്പം കൂടി ടഫർ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലെവൽ ഓഫ് ജോബ്സ് ആണ്. പിന്നെ ജെൻസി പ്രോ ഉണ്ട്, അത് മറ്റ് ടെക്നോളജികളാണ്. അത് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. എക്സ്പെർട്ടൈസ് പ്ലാറ്റ്ഫോംസ്, പ്രോഡക്റ്റ് സ്പെസിഫിക് ടെക്നോളജി സച്ച് ആസ് സൈബർ സെക്യൂരിറ്റി, ഒറാക്കിൾ, സെയിൽസ് ഫോഴ്സ്, ഇങ്ങനെയുള്ള SAP ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ ജോലി ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷനാണ് ജെൻസി പ്രോ എന്നുള്ളത്. ഇങ്ങനെ 3 തസ്തികകളിലേക്കായിരിക്കും ഹയറിങ്. നമുക്ക് അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒന്ന് മനസ്സിലാക്കാം. ഇത് 2025 പാസ് ഔട്ട് ആകാൻ പോകുന്നത്. ഇത് ഫൈനൽ ഇയറുകാർക്ക് വേണ്ടിയിട്ടായിരിക്കും, പ്രത്യേകിച്ച് എഞ്ചിനീയേഴ്സിന് വേണ്ടിയിട്ടാണ്. BTech, ME, MTechകാർക്കായിരിക്കും ഇത് എലിജിബിൾ ആവുക. ഓർക്കുക, ലെതർ ടെക്നോളജി, ഫുഡ് ടെക്നോളജി, ഫാഷൻ ടെക്നോളജി ഇങ്ങനെയൊക്കെയുള്ള ബ്രാഞ്ചുകാർക്ക് പറ്റത്തില്ല. ബാക്കി മിക്കവാറും എല്ലാ ബ്രാഞ്ചുകാർക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. മിനിമം 60% മാർക്ക് 10th ഓൺവേർഡ്സ്, അത് 10th 12th ഇപ്പം ഡിഗ്രി അല്ലെങ്കിൽ PG ആണെങ്കിൽ MTechനും 60% മാർക്ക് റിസൾട്ട് വന്നവരെ നേടിയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഈവൻ 59.99% എലിജിബിൾ അല്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ജോയിൻ ചെയ്യുന്ന സമയത്ത് അരിയർ കാണില്ല, ബാക്ക്ലോഗ്സ് കാണില്ല എന്നും സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഷുഡ് നോട്ട് ഹാവ് എനി സ്റ്റാൻഡിങ് അരിയേഴ്സ്. പിന്നെ ഈ ഇന്ത്യയിൽ എവിടെ വേണേലും വർക്ക് ചെയ്യാനായിട്ട് റെഡി ആകണം എന്ന് ഇവർ സൂചിപ്പിക്കുന്നുണ്ട്. ഇന്ത്യൻ സിറ്റിസണിന് വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു അവസരം ഉള്ളത്. റെസ്യൂമെ, പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് അറ്റാച്ച് ചെയ്ത് നൽകേണ്ടതായിട്ട് വരും. പിന്നെ ഇൻഡസ്ട്രി അക്രിഡിറ്റേറ്റഡ് സർട്ടിഫിക്കറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ഇവിടെ നിങ്ങളുടെ അക്കാഡമിക് ഡോക്യുമെന്റ്സ് ഒക്കെ ഇൻക്ലൂഡിങ് കോളേജ് ID കാർഡ്, മറ്റ് ഡിഗ്രി PG മാർക്ക് ലിസ്റ്റും ഒക്കെ ഇന്റർവ്യൂ സമയത്ത് ഹാജരാക്കേണ്ടതായിട്ട് വരും എന്നുള്ള കാര്യം അറിയുക. അപ്പം അതുമായി ബന്ധപ്പെട്ട ഈ 3 പൊസിഷനിലേക്കുള്ള കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ നൽകുന്നത്. അപ്പോൾ ഓർക്കുക, ഇത് BE, BTech, ME, MTechകാർ 2025 പാസ് ഔട്ട് ആകുമ്പോൾ മിനിമം 60% 10th ഓൺവേർഡ്സ് മാർക്കുള്ളവർക്കായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഇതിനും ഇവിടെ അപ്ലൈ നൗ എന്നതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഇനി നമുക്ക് 3ാമത്തെ റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസും കൂടി ഒന്ന് മനസ്സിലാക്കാം. 3ാമത്തെ റിക്രൂട്ട്മെന്റ് EYയിലേക്കാണ്. EY നാം അറിയുന്നത് പോലെ പഴയ ഏണസ്റ്റ് ആൻഡ് യങ്, ലോകത്തിലെ ബിഗ് 4 അക്കൗണ്ടിംഗ് ഫേംസിൽ ഒന്നായ EY, KPMG, ഡെലോയിറ്റ്, PwC ഇതൊക്കെയാണ് മറ്റ് ബിഗ് 4 എന്നറിയപ്പെടുന്ന കമ്പനികൾ. EY കേരളത്തിൽ ഏതാണ്ട് 10,000 പേര് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അവരുടെ പ്രവർത്തനങ്ങൾ ഡബിൾ ചെയ്യുകയാണ് അവരുടെ ഹെഡ് കൗണ്ട് എന്നൊക്കെ പറഞ്ഞ് അടുത്ത സമയത്ത് വാർത്തകൾ വന്നിരുന്നു. കൂടുതൽ പ്രവർത്തനങ്ങളും കൊച്ചിയിലും തിരുവനന്തപുരത്തും ഒക്കെയാണ് ഉള്ളത്. ഇവര് ഓൾ ഇന്ത്യ ബേസിസിൽ ഒരു വുമൺ ഒരു പ്രോഗ്രാം ഇപ്പൊ അനൗൺസ് ചെയ്തിട്ടുണ്ട്. EY നെക്സ്റ്റ് ജെൻ വുമൺ 2025 ഇന്ത്യ കോമ്പറ്റീഷൻ. ഇത് ഗ്ലോബൽ ലെവലിൽ അനൗൺസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ് ഇന്ത്യ കോമ്പറ്റീഷൻ എന്നുള്ളത്. അപ്പം പെൺകുട്ടികൾക്ക് മാത്രമുള്ള ഒരു അവസരമാണ് എന്നുള്ള കാര്യം അറിയുക. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഓൾറെഡി 15 ഏപ്രിൽ വരെ ആയിരുന്നു, അല്ല 10 ഏപ്രിൽ വരെ ആയിരുന്നു. അതിപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ട്
18 ഏപ്രിൽ വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. അപ്പോൾ ഓർക്കുക, ഇവിടെ എഴുതിയിട്ടുണ്ട് ഓപ്പൺ ടു ഓൾ ഫീമെയിൽ ഇന്ത്യൻ സ്റ്റുഡൻസ്. ഫീമെയിൽ സ്റ്റുഡൻസ് ആണ്, പ്രത്യേകിച്ച് പെർസ്യൂയിങ് ഫുൾ ടൈം ഗ്രാജുവേഷൻ ഓർ പോസ്റ്റ് ഗ്രാജുവേഷൻ വിത്ത് സ്പെസിഫിക് സ്പെഷ്യലൈസേഷൻ, കൊമേഴ്സ്, ഫൈനാൻസ് മേഖലയിലൊക്കെ സ്പെഷ്യലൈസേഷൻ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പം BCom അല്ലെങ്കിൽ MCom, MBA ഫൈനാൻസ് ഇങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ PGDM ഇങ്ങനെയൊക്കെ ഉള്ളവർക്കുള്ള ഒരു അവസരമാണ്. 2025 പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്കും 26 പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്കുമുള്ള ഒരു പ്രോഗ്രാമാണ് ഇത്. ആക്ച്വലി ഇതൊരു ഫുൾ റിക്രൂട്ട്മെന്റ് ആണ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇവയിലെ ചില അവസരങ്ങളിലേക്ക് എത്തുവാനായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഓർക്കുക, 2025 പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്കും 26 അതായത് അടുത്ത വർഷം 2026 മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലൊക്കെ പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്കും ഇതിനെ ഒന്ന് ട്രൈ ചെയ്യാം. സെലക്ഷൻ ഇസ് ബേസ്ഡ് ഓൺ ഓൺലൈൻ അസസ്മെന്റ്. ആദ്യം ഒരു ഓൺലൈൻ അസസ്മെന്റ് ഉണ്ടാകും, പിന്നെ പ്രീ റെക്കോർഡഡ് വീഡിയോ ഇന്റർവ്യൂ, കേസ് സ്റ്റഡി പ്രസന്റേഷൻ ആൻഡ് പാനൽ ഇന്റർവ്യൂ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു പക്കാ റിക്രൂട്ട്മെന്റ് എന്ന് പറയാനായിട്ട് പറ്റത്തില്ല. എന്നാൽ ഇതൊരു പെൺകുട്ടികൾക്കുള്ള ഒരു നല്ല അവസരമാണ്. ഇതിന്റെ ഡീറ്റെയിൽസും വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിലുണ്ട്. അപ്പം താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ ഇതിനൊന്ന് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. അപ്പം 3 റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് ആണ് സൂചിപ്പിച്ചത്. 3ന്റെയും അപ്ലൈ ചെയ്യുവാനായിട്ടുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവർക്ക് ഈ റിക്രൂട്ട്മെന്റുകളൊക്കെ സൗജന്യമാണ്. ഇതിന്റെ പേരിൽ ആരെങ്കിലും പണം ചോദിച്ചാൽ ശ്രദ്ധാപൂർവം വേണം അതിനെ സമീപിക്കുവാനായിട്ട്. അതിലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പ്രത്യേകിച്ച് 2024, 25, 26 വർഷങ്ങളിൽ പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്കൊക്കെ അവർക്ക് അനുയോജ്യമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെ, ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടെയൊക്കെ ജോലി തേടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. സേവനങ്ങളൊക്കെ സൗജന്യമാണ്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.